അത് ഇപ്പോൾ ഇവർ വിളിച്ചോണ്ട് പോണില്ലേ, പുതിയ മാറ്റം വരും, കേരളത്തിൽ പുതിയ മാറ്റം വരും എന്നൊക്കെ പറഞ്ഞോണ്ട് പോണില്ലേ. അതാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ഈ മുണ്ടില്ലാതെ വരണതായിരിക്കും പുതിയ മാറ്റം എന്ന് പറയുന്നത്. ഇപ്പൊ ലോകത്തില്ലാത്ത പുതിയ മാറ്റമാണ് ഇതൊക്കെ വരണത്. ഈ പിള്ളേരെ കണ്ട് നമുക്ക് കേരളമല്ലേ ഇത് UP ഒന്നല്ലല്ലോ. കേരളത്തിൽ ഇങ്ങനെയുള്ള സംഭവം ഇല്ല. അവര് വിത്തോട്ടായിട്ട് വന്ന് കുറെ ഉദ്രാശം ഇട്ട് കുറിയിട്ട് മുടിയൊക്കെ വളർത്തി ഒരുമാതിരി വികൃഷ്ട ജീവിയെ പോലെ. അത് അവിടെയൊക്കെ പറ്റും, ഇവിടെ പറ്റില്ല. രാജീവ് ചന്ദ്രശേഖരൻ വിചാരിച്ച് ഇവിടെ എന്ത് നടക്കും എന്നുള്ള ഒരു ധാരണയിലാണ് ഇവിടെ നടത്തിയത്. പക്ഷെ അത് ഇവിടെ ആ വെള്ളം വാങ്ങി വെച്ചിട്ട് നടക്കാം. ഇവിടെ അത് വേവൂല. ഇവിടെ കയ്യിൽ വേണ്ട ഒരു ജട്ടി വാങ്ങിച്ചിട്ടൂടെ, ഇട്ടൂടെ? നമ്മുടെ കേരളമല്ലേ, ഒരു ചട്ടി ഇട്ടുകൊണ്ട് വന്നൂടെ? അത് മാത്രം മതി. കേരളം ഇതുവരെ കാണാത്ത കാഴ്ചകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നത്. തലസ്ഥാനത്ത് യോഗി ആദിത്യനാഥ് UP യിൽ നിന്ന് പറഞ്ഞയച്ച നഗ്നരായ അഘോരിമാർ ഇപ്പോൾ ചർച്ചാ വിഷയമാവുകയാണ്. സ്കൂൾ പരിസരത്തൊക്കെ ഇവരെ കൂടുതൽ കാണാനുണ്ടായ സാഹചര്യത്തിൽ ഇവിടുത്തെ നിവാസികൾക്ക് എന്തായിരിക്കും പറയാനുണ്ടാവുക? ഇവിടെ അടുത്ത് നെടുകാട് സ്കൂൾ ഉള്ളതാണ്. സ്കൂൾ വിട്ട സമയമാണെങ്കിൽ കുട്ടികൾ അത് പേടിച്ച് ഓടും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരാൻ പാടില്ല. പക്ഷെ ഇങ്ങനെ വോട്ട് ചോദിച്ച് വരേണ്ട ആവശ്യം എന്താണ്? ഇതുപോലെ 10-200 മൊത്തം ഇറക്കിയാൽ മതി. നമ്മുടെ നിയമമണ്ഡലത്തിലെ ഇഷ്ടംപോലെ വോട്ട് കിട്ടും. ആളുകളെ മേടിച്ച് വളരെ നമുക്കൊരു സംസ്കാരം ഇല്ലേ. ഇപ്പൊ ബീഹാറിലും UP യിലും ഒക്കെ കാണിക്കുമ്പോൾ ഇവിടെ കാണിക്കാൻ പറ്റുമോ? കുട്ടികൾക്ക് ഭീതി, സ്ത്രീകൾക്കും സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു അവസ്ഥയെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. അത് സ്വാമിയാണേലും മനുഷ്യനല്ലേ. അത് നമ്മുടെ സംസ്കാരത്തിന് പറ്റുന്നതല്ലല്ലോ. നമുക്ക് നമ്മുടെ സംസ്കാരമാ, അതോടെ ഉള്ള യോജിപ്പാ എനിക്ക്. അതൊക്കെ അങ്ങനെയൊക്കെ നടക്കുന്നതും അങ്ങനെ വോട്ട് ചോദിക്കുന്നതൊക്കെ തെറ്റ് തന്നെ. അത് നമുക്ക് ചേർന്ന് നമ്മുടെ നാടിനും സമൂഹത്തിനൊന്നും ചേരുന്ന കാര്യമല്ലല്ലോ. നമ്മളെ സംസ്കാരത്തിന് പറ്റിയ ഇതല്ല. അപ്പൊ 5 വോട്ടിന് വേണ്ടി ഇങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവരികയും ഞങ്ങളെ മാനം കെടുത്തുന്ന രീതിയിൽ അപമാനകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. തുണിയില്ലാതെ കൊണ്ടെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ് കേരളത്തിൽ ഇതിപ്പോൾ ആദ്യമായിട്ട് നടന്നൊരു സംഭവമാണ്. ഏതോ സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന് ഇപ്പം ആ സ്ഥലത്ത് ചിലപ്പോൾ അവർ വസ്ത്രം ഇല്ലാതെ നടക്കുന്ന ആൾക്കാരായിരിക്കാം. UP യിലായാലും ഇവിടെ ആയിരുന്നല്ലോ. പക്ഷെ അത് കേരളത്തിൽ നടക്കൂല. ഇല്ലല്ല, അത് ശരിയല്ലല്ല. റോട്ടിലേക്ക് അങ്ങനെ നടക്കുന്നത് ശരിയല്ലല്ല. നമ്മളെ നാട്ടിൽ, നമ്മളെ കേരളത്തില്, നമ്മളെ നാട്ടിലൊരു സംസ്കാരം ഇല്ലേ? എന്തോന്നാണ്, നമ്മൾ സാധാരണക്കാരാണ്, എന്നാലും ഒരു മര്യാദ വേണ്ടേ? ഇങ്ങനെയുള്ള സ്വാമിമാരെ ഇങ്ങനെ ഈ പൊളിറ്റിക്കൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇങ്ങനെ കൊണ്ടുവരുന്നത് മോശപ്പെട്ട പ്രവണത.